പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകള. അത് എന്റെ ക്ഷമ കഴിക്കും, അതിന് ക്ഷമ കഴിക്കാം. ഒരു കുട്ടിയുടെ ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം, മാപ്പിള, ഞങ്ങൾ ക്ഷമിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ടേ ഈ ക്രിസ്മസ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബിന്റെ ഒരു ആഘോഷ പരിപാടി, ഒരു ഗാനമേള ചടങ്ങ് കണ്ടുമായിരുന്നു. അവിടെ സ്റ്റേജിൽ ഒരു കുട്ടി പാടാൻ കയറി എന്നുള്ളതാണ്. ആ കുട്ടി ഒരിക്കലും വിചാരിച്ചില്ല ഈ പാട്ട് ഇത്രയും വൈറലാകുമെന്ന്, ജീവിതത്തിൽ വിചാരിച്ചില്ല. ഏത് നാട്ടിലും ഇടങ്കേറുണ്ടാക്കാൻ ഏതെങ്കിലും ഒരു തെണ്ടി, എവിടെങ്കിലും പേരിനെങ്കിലും ഒരു തെണ്ടി ഉണ്ടായാൽ മതി, ആ നാടങ്ങ് പ്രസ്തവമാകും. പിന്നെ ആ നാടങ്ങ് പ്രസ്തവമാകുകയായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും എവിടുന്ന് വന്നടാ ഈ തെണ്ടി എന്ന് നമുക്ക് തോന്നും. കാരണം ഒരു കുഞ്ഞ് ഒരു പാട്ട് പാടി, അത് പാടാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത്. നമുക്ക് ആദ്യമേ അതൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ കയറിയിട്ടുണ്ടേ. ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാമെന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ട് ചേട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു ഇതിനകത്തുനിന്നൊരു ക്ലബ്ബ് നടത്തിയ പരിപാടിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ ക്ലബിൻ്റെ ആരാണെന്ന് പോലും, അപ്പം ക്ലബിൻ്റെ ആരാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനം വേണ്ടായോ? സ്ഥാനമൊന്നുമില്ല. പുള്ളി ഒരുപക്ഷെ സാധാരണ ഒരു മെമ്പറായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരനായിരിക്കും. പുള്ളിക്ക് പേരെടുത്തൊന്നും പറയാനില്ല. അങ്ങനെയുള്ളവരാണ് ഈ ഷോ കാണിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരൊന്നും ഇങ്ങനെ ഷോ കാണിക്കുന്നത്. പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ചിലവരങ്ങ് ഇറങ്ങി പുറപ്പെടും. അത് എല്ലാ നാട്ടിലും കാണും. പക്ഷെ ആ നാട്ടിലെ ആൾക്കാർ നല്ലതാണെങ്കിൽ അടിച്ചു പിടിച്ച് പുറത്താവില്ലേ? അല്ലെങ്കിൽ കാണാമെന്ന കാണികളെങ്കിലും ആ ലെവലിൽ കാണിക്കണം. പക്ഷെ ഈ പട്ടി ഷോ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ബാക്കിയും കൂടെ ഒക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് തോന്നും. പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകയിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക്, സവാന്റെ കേക്ക്, ഇതിന് പ്രതീതി ഉണ്ടല്ലോ. ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് പൈസ എണ്ണിക്കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ദാന്റെ ആ റെഡ് ഷർട്ട്. പാട്ട് പാടാൻ അറിയാവുന്ന ഒരു കുട്ടി പാട്ട് പാടി. അതിന് ഈ ചേട്ടനത്തിന് ബേജാറാവുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. ആ നാട്ടുകാരെ ക്ലബിൻ്റെ ഒരു വ്യക്തി പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ചേട്ടൻ്റെ ആരെങ്കിലും ബന്ധുവോ മക്കളോ അവരുടെ ഏതെങ്കിലും ബന്ധുവല്ലോ ആയിരിക്കും. അപ്പോൾ ആ കുട്ടി പാടിയതിനേക്കാൾ നല്ല ഉണക്ക് ഈ കുട്ടി പാടി. അതായിരിക്കാം ചേട്ടനെ അങ്ങ് ചൂടിപ്പിച്ചത്. എന്തുകൊണ്ട് പാടിപ്പിച്ചു? അപ്പോൾ ആ കുട്ടി പാടിയതിനേക്കാൾ എന്തുകൊണ്ട് നന്നായി ആയിരിക്കും ഈ കുട്ടി പാടിയത്. അതായിരിക്കും ചേട്ടൻ ഇത്ര ബി പി കൂടിയത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആരെങ്കിലും മനുഷ്യനിങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞ് എന്താ പറയുന്നത്, പാട്ട് പാടാൻ എല്ലാവർക്കും കഴിവില്ല. അന്നിപ്പം പാടിക്കഴിയുമ്പോൾ നമുക്കത് കേട്ട് ആനന്ദിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ ഇതങ്ങ് ബി പി അങ്ങ് കൂടുക. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഈ ഗാനമേള ട്രൂപ്പിലെ പുള്ളി തന്നെ പറയുന്നുണ്ട്, കാശ് എണ്ണിത്തന്ന് പറഞ്ഞു. ഈ കുട്ടി കുറച്ചു നേരം കൊണ്ട് പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം സംഘാടകർ പൊതുവെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കാശ് എണ്ണി സംഘാടകരുടെ ഈ കൊടുക്കുന്ന അവർക്കറിയില്ലല്ലോ ആരൊക്കെ ഇതിനകത്തെ അംഗങ്ങളാണ്, മെയിൻ ആൾ ആരാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം കാശ് എണ്ണി കൊടുക്കുന്നവരെ സംബന്ധിച്ചാണ് അവർക്ക് ദൈവം.
കാശ് എണ്ണി കൊടുക്കുന്ന ചെക്ക് ഷർട്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ അറിയാമെങ്കിൽ പാടിക്കോ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കൂടെ ഒരു സമ്മതമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ള ഷർട്ടിട്ട ചേട്ടൻ ഒരു കാരണം വെച്ചാലും സമ്മതിക്കില്ല. അങ്ങനെ പാടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നാട്ടുകാരി അല്ലാത്ത ഒരാളിനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റത്തില്ല. ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ചേട്ടാ, ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി മോളെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? വീട്ടുപേരെന്തോ? എവിടെ? ആ, ഓക്കെ, ശരി ശരി, ഓക്കെ. എവിടെ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബ്ബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സഞ്ചാരം വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറയുന്നത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കും ബന്ധമില്ലെന്ന സാറേ ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. ആ ട്രൂപ്പിന്റെ ആള് തന്നെ പറയുന്നു, ചേട്ടാ ഒരു പാട്ടല്ലേ പാടിയത്, അങ്ങ് വിട്ടുകളാ. ഞാനും പറയുന്നത് ഒരു പാട്ടല്ലേ പാടിയത്, വേറെ ഒന്നുമില്ലേ. ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആഹാരം കഴിച്ച് കഴിഞ്ഞ് എന്തോ ചോദിക്കുവാണെങ്കിൽ കാശ് വെച്ചിട്ട് പോയി. ഈ പാട്ട് പാടിയതിന് ശേഷം അത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു പാട്ടങ്ങ് പാടി കൊടുക്കുക അല്ലേ? ചേട്ടനെ ചെവിക്കാത്തങ്ങ് ഒരു പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുക. എൻ്റെ പാട്ടെങ്കിൽ തിരിച്ചെടുത്തു എന്ന് പറയാം. അല്ലാതെ എന്തുണ്ട് ഇതിന് പ്രതിവിധി? ചേട്ടന് ഒരു തരത്തിൽ അടങ്ങാൻ അതില്ല. ചേട്ടൻ്റെ BP അങ്ങ് ഹൈയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ ആരാണ്ടും ബന്ധുക്കൾ പാടി. അപ്പം അതിനേക്കാൾ നല്ലത് ഈ കുട്ടി പാടിപ്പോയി. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയെന്ന് തോന്നുന്നു. പാവം ആ കുട്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടിയതിന് ശേഷം അഭിനന്ദനങ്ങളെ കിട്ടി, നന്നായി പാടി എന്നൊക്കെ കയ്യടിയൊക്കെ കിട്ടും. നാട്ടുകാരുടെ മുന്നിലൊക്കെ പാടി കയ്യടിയൊക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കും കാത്തിരുന്നത്. അപ്പോഴാണ് ഇതേണ്ട പേരും വിളിച്ചു പറയിപ്പിച്ചു, വീട്ടുകാരുടെ പേരും വിളിച്ചു പറയിപ്പിച്ചു. എല്ലാം കൊണ്ടും ആ കുട്ടിയെ നാണിക്കാൻ വേണ്ടിയാണ് ഈ ചേട്ടനെ ഇത്രമേലങ്ങ് എന്താ പറയുന്നത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ചേട്ടൻ ഏറിപ്പോയി. ഈ ക്രിസ്മസിന് നമ്മുടെ ഏറിപ്പോയ ആദ്യത്തെ വ്യക്തി, ഇനി ഒത്തിരി വ്യക്തികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഈ ചേട്ടനാണെന്നുള്ളത്. ചേട്ടന് എന്താ ഉള്ളി ക്രിസ്മസായിട്ട് ഏതെങ്കിലും ഉള്ളി കഴിച്ചുകൊണ്ടാണോ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇത്രയും നേരം ക്ഷമിച്ചിരുന്ന കാണികൾ അവസാനം കൂവിത്തോപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൽ ചേട്ടൻ്റെ അടി പതറി എന്ന് തന്നെ പറയാം. പിന്നെ കാണികളുടെ ചില ആരണ്ണം ചെന്നിട്ട് ചേട്ടനെ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കാണാം. അത് തന്നെ കാണുന്നൊരു രസമല്ല അല്ലേ? ഇത്രയും നാൾ നേരം നമ്മൾ ക്ഷമിച്ചിരുന്നു, ഇനി അതും കൂടെ ഒന്ന് കാണാം മോനെ. പാടി അതങ്ങ് വിട്ടുകളാ. അത് എന്റെ ക്ഷമ കഴിക്കും, അതിന് ക്ഷമ കഴിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പിള ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല, ക്ഷമ ചോദിക്കുകയാണ് ദേവിയെ. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. വിട്ടുകളാ. നാട്ടുകാർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കാതെ ആരെയും കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞ ആദ്യമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കാൻ നിങ്ങൾ ഫസ്റ്റിലെ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെയും കൊണ്ട് പാടിപ്പിക്കത്തില്ല. നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത്, നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാട്ടുകളാണ് ഞങ്ങൾ. അപ്പൊ ഏതായാലും കാശ് കൊടുത്ത് നടത്തിയൊരു ഗാനമേള ആരംഭാക്കിയതിൻ്റെ അവാർഡ് ചേട്ടന് തന്നെയുണ്ട്. നാട്ടുകാരെല്ലാം കൂടെ പിടിക്കും. ഏതായാലും തല്ലാതെ വിട്ടത് അവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാം ഒന്നുകി ചുണയുള്ള ആൾക്കാരെല്ലാം ഒന്നുകി ക്രിസ്മസ് ആയതുകൊണ്ട് അല്പം അടിച്ച് ഹോൺ തെറ്റി കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ പുള്ളി ഒരു സ്ഥിരം ഒരു വഴക്കാളിയായി മാറാനാണ് സാധ്യത. ഏതായാലും നാട്ടുകാരെ ക്ഷമിച്ചുകൂടി. ഇത്രയും നേരം ക്ഷമിച്ചില്ലേ, നമ്മുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അവസ്ഥയായി മാറിയേനെ. ഏതായാലും ഒരു പാട്ട് പാടിയേനെ. ആ കൊച്ചിന് കൊടുത്ത കുട്ടിക്ക് ഇനി ജീവിതത്തിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു സ്റ്റേജിലും കയറി പാട്ട് പാടത്തില്ല എന്ന് പറഞ്ഞു. എന്ത് കഷ്ടമല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയും പട്ടിഷോ കാണിക്കുന്ന ഇങ്ങനെയും തെണ്ടികൾ ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കാരണം ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ അപമാനിച്ചു വിട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത് വൈറലായ കുട്ടിക്ക് തന്നെ നേട്ടമായിരിക്കും. കാരണം ഇതാരെങ്കിലുമൊക്കെ കണ്ടു, ഒരു സിനിമ സംവിധായകരൊക്കെ കാണുവാണെങ്കിൽ അവർക്ക് ആ കുട്ടിക്കൊരു പാട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷമായി. ഈ അപമാനിച്ചു വിട്ടതിന് ഒരു പാരിതോഷികമല്ലേ. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഏത് സ്റ്റേജിലും
അവരെ പാടിപ്പിക്കാൻ, ആ കുട്ടിയെ പാടിപ്പിക്കാൻ അനുവദിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ചേട്ടൻ ഏറിപ്പോയി. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നി? നമ്മുടെ നാട്ടിലെങ്ങനെയാണെങ്കിൽ പറപ്പിച്ചേനല്ലേ? ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.